ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ ദുരന്തം ലോകമെങ്ങും വലിയ ചർച്ചയാണ്. ബെൽ 212 എന്ന ഹെലികോപ്റ്ററാണ് റൈസി ഉപയോഗിച്ചിരുന്നത്. ബെൽ ഹെലികോപ്റ്ററിന്റെ പ്രത്യേകതകൾ നോക്കാം. US ടെക്സാസിലെ ബെൽ ഹെലികോപ്റ്റർ കമ്പനിയാണ് നിർമ്മാതാക്കൾ. ആദ്യ പറക്കൽ 1968-ൽ. ബെൽ കമ്പനി നിർമ്മിക്കുന്ന വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കോപ്റ്ററുകളുടെ നിർമ്മാണം 1986-ൽ ക്യൂബയിലേക്ക് മാറ്റി. അസർബൈജാൻ അതിർത്തിയിൽ അപകടത്തിൽപ്പെട്ട ബെൽ 212 മോഡൽ ആദ്യം വികസിപ്പിച്ചത് കനേഡിയൻ സൈനിക ആവശ്യങ്ങൾക്കാണ്. സൈനിക ആവശ്യങ്ങൾക്കായി അമേരിക്കൻ സേനയും ഉപയോഗിക്കുന്നു. പൈലറ്റ് ഉൾപ്പെടെ 15 പേർക്ക് യാത്ര ചെയ്യാം. ഇരട്ട എഞ്ചിനും ഇരട്ട ബ്ലേഡും. 2268 കിലോഗ്രാമാണ് ഭാരശേഷി. പരമാവധി വേഗം മണിക്കൂറിൽ 223 കിലോമീറ്ററാണ്. നിർമ്മാണ കമ്പനിയുടെ ഇപ്പോഴത്തെ പേര് ബെൽ ടെക്സ്ട്രാൻ എന്നാണ്. സൈനിക ആവശ്യങ്ങൾക്കായാണ് രൂപകൽപ്പന ചെയ്തതെങ്കിലും പിന്നീട് സിവിലിയൻ യാത്രാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ പരിഷ്കരിച്ചു. ഇത്തരത്തിൽ പരിഷ്കരിക്കപ്പെട്ട കോപ്റ്ററാണ് അസർബൈജാനിൽ തകർന്നത്. നിലവിൽ പോലീസ് സേനകൾക്ക് ഉപയോഗിക്കുന്നതിനായി പരിഷ്കരിച്ച മറ്റൊരു മോഡൽ കൂടിയുണ്ട്, സുബാരു ബെൽ 412. പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നതിനും അഗ്നിശമന സേനകൾക്കും ഇത് ഉപയോഗിക്കാം. യുദ്ധമേഖലയിലല്ലാതെ ബെൽ 212 ഇപ്പോൾ ജപ്പാൻ, അമേരിക്ക, തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ജപ്പാനിൽ തീരസംരക്ഷണ സേനയും അമേരിക്കയിൽ അഗ്നിശമന സേനയും തായ്ലാന്റിൽ പോലീസും ഉപയോഗിക്കുന്നു. ഇറാന്റെ വ്യോമനാവിക സേനകൾക്ക് ഇത്തരം 10 കോപ്റ്ററുകളാണുള്ളത്. 1970-കളിൽ US-ൽ നിന്നും വാങ്ങിയ ബെൽ 212 കോപ്റ്ററുകളാണ് അറ്റകുറ്റപ്പണി നടത്തിയും സ്വന്തമായി ഘടകഭാഗങ്ങൾ നിർമ്മിച്ചും ഇറാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഗുരുതരമായ ചില സാങ്കേതിക തകരാറുകളും അപകട സാധ്യതയും വ്യക്തമാക്കിയതിനെ തുടർന്ന് കാനഡ 2021-ൽ ഈ ഇനം കോപ്റ്ററുകൾ സ്ഥിരമായി നിലത്തിറക്കി. മോശം കാലാവസ്ഥകളിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നില്ല ഇതിന്റെ സാങ്കേതിക വിദ്യ. UAE-ൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തകർന്നു വീണതാണ് ബെൽ 212 കോപ്റ്ററുകളുടേതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അവസാന അപകടം. ഇറാനിൽ ഇതിനു മുമ്പ് ബെൽ 212 മൂലമുണ്ടായ അപകടം 2018-ലാണ്. അന്ന് 4 പേരാണ് കൊല്ലപ്പെട്ടത്. ബെൽ ഹെലികോപ്റ്റർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുള്ള വില്ലനാണ്. 1971-ൽ ഔദ്യോഗികമായി പുറത്തിറക്കിയ ബെൽ 212 ഇതിനു മുൻപും ആളെ കൊല്ലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖര റെഡ്ഡിയുടെ ജീവനെടുത്തതും ബെൽ ഹെലികോപ്റ്ററുകളായിരുന്നു. 2009 സെപ്റ്റംബർ 3-നാണ് YSR സഞ്ചരിച്ച ബെൽ 430 എന്ന ഹെലികോപ്റ്റർ ചിറ്റൂരിനടുത്തുള്ള നല്ലമല വനമേഖലയിൽ തകർന്നു വീണത്. അന്ന് 72 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അപകട സ്ഥലത്ത് രക്ഷാദൌത്യത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞത്. ഹൈദരാബാദിലെ ബേഗംപേട്ട് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഹെലികോപ്റ്ററിൽ 5 യാത്രക്കാരാണ് അന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിക്കൊപ്പം ഉണ്ടായിരുന്നത്. കാലാവസ്ഥ മോശമായതോടെ യാത്രാപാതയിൽ മാറ്റം വരുത്താൻ ഫ്ലൈറ്റ് ക്രൂ തീരുമാനിച്ചെങ്കിലും നല്ലമല കാടുകൾക്ക് മുകളിൽ വെച്ച് കോപ്റ്ററുമായുള്ള ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. ആന്ധ്രാപ്രദേശിന്റെ ഉള്ളുലച്ച ദുരന്തമായിരുന്നു അത്. 50-ലേറെ പേരാണ് ദുരന്ത വിവരം അറിഞ്ഞ് ജീവനൊടുക്കിയത്. ആന്ധ്രയിലെ കോൺഗ്രസിന്റെ തലവര മാറ്റിയ ദുരന്തം കൂടിയായിരുന്നു അത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.